ഹായ് ഹലോ. ഇപ്പം സമയം രാത്രി 8:30 ടൈം കേട്ടോ. എന്നെ രാത്രി 8:30 ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നമുക്ക് ഇന്ന് രാത്രിയിൽ പോയി ബാംഗ്ലൂരിൽ സിറ്റിയുടെ ബ്യൂട്ടിയൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതുപോലെ നമുക്ക് ഒരു മോളൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. കാരണം വെച്ചാൽ ന്യൂ ഇയർ ഒക്കെ വരുമല്ലേ. അപ്പം ക്രിസ്മസിൻ്റെയൊക്കെ ആ ഒരു ഡെക്കറേഷൻ അത് ന്യൂ ഇയർ വരെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്കതൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അച്ഛനും മക്കളും കൂടെ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങും കേട്ടോ. ഇച്ചിരി നേരത്തെ പോകണമെന്ന് വിചാരിച്ചിട്ടാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ എങ്കിൽ എൻ്റെ മൂത്ത മകൻ ഓഫീസിൽ നിന്ന് എത്താൻ കുറച്ച് ലേറ്റായി പോയായിരുന്നു. പിന്നെ ഞങ്ങൾ റെഡി ആയിട്ട് പിന്നെ ഇറങ്ങിയപ്പോഴത്തേന് ഇത്രയും നേരമായി. ആക്ച്വലി വൈകുന്നേരം ആയപ്പോഴാണ് തീരുമാനിച്ചത്. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ കഥമൊക്കെ പൂട്ടി ഞാൻ ഇറങ്ങി. അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആൾറെഡി എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ആദ്യം അച്ഛൻ റെഡിയായി ഇങ്ങനെ നിൽക്കും, പിന്നെ ലാസ്റ്റാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കാറിൽ കയറി അങ്ങനെ ഞങ്ങളിപ്പോൾ ഓറിയൻ മോളിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇതിൻ്റെ നല്ലൊരു വ്യൂ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ റോഡിൽ രാത്രിയായപ്പോൾ രാത്രിയുടെ മനോഹാരിത കണ്ടോ. ബാംഗ്ലൂരിൽ എത്ര നന്നായിട്ടുണ്ടല്ലേ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് എപ്പോഴും നല്ല നീറ്റായിട്ട് നല്ലൊരു ഇതാണ്. രാത്രി സമയത്ത് പിന്നെ ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാട്ടോ. അതുകൊണ്ട് ഞാൻ റോഡിലൂടെ പോകുന്ന കുറച്ച് വീഡിയോ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്താണ്. എല്ലാവരും ബാംഗ്ലൂർ കാണണമെന്നില്ലല്ലോ. അപ്പം ബാംഗ്ലൂർ കാണാത്തവർക്ക് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പം അവർക്കും അതൊരു സന്തോഷമല്ലേ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഈ ഓറിയൻ മോളിൻ്റെ അവിടെ ഇവിടെ എത്തി. പക്ഷേങ്കിൽ രാത്രി 9 മണിയായി സമയം. പക്ഷേ ഈ 9 മണി സമയമായെങ്കിലും ഇവിടുത്തെ തിരക്കിന് ഒരു കുറവുമില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ വീഡിയോ ഇവിടുന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു പിന്നെ ഞങ്ങൾ 8:30 ആകുമ്പോഴത്തേന് ഞങ്ങൾ ചെല്ലുമ്പോഴത്തേന് അവിടെ ഒന്നും ആരും ഉണ്ടാവത്തില്ല, എല്ലാവരും വന്ന് പോയി കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ ഞങ്ങൾ വരുന്ന അതേ സമയത്തിന് വരുന്ന എന്തോരം വണ്ടികളാണെന്ന് എൻ്റെ കൂട്ടുകാർ നോക്കി. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് എൻട്രി ആവുന്നതിന് മുമ്പായിട്ട് വണ്ടിയുടെ ഡിക്കിയൊക്കെ ഒരു സെക്യൂരിറ്റി പരിശോധിച്ചതിന് ശേഷം നമ്മളെ വിടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുന്നിലായിട്ട് വണ്ടി ചെക്ക് ചെയ്തത് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഷെയർ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ വെച്ചും അവിടുന്ന് പിന്നെ അണ്ടർഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യണം. പക്ഷേ എങ്കിൽ ഭയങ്കര ട്രാഫിക് ഇങ്ങനെ ജാമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. പതിയെ പതിയെ വണ്ടി മൂവ് ആവുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് രാത്രി ആയാലും ഇവിടുത്തെ തിരക്കിന് ഒരു കുറവുമില്ല. ഇപ്പം 9 മണിയായി സമയം. പക്ഷേങ്കിൽ ഇവിടെ വഴിയോര കച്ചവടക്കാരൊക്കെ കണ്ടോ, ബലൂണും അതും ഇതൊക്കെ വിൽക്കാനും എല്ലാത്തിനും എന്താ പറയുന്നത് ഫുള്ള് ആൾക്കാരുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബാംഗ്ലൂരിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി സമയങ്ങളൊന്നും ഇല്ല കേട്ടോ. ആൾക്കാർ എപ്പോഴും ആണെന്നുണ്ടെങ്കിൽ വരികയും പോവുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന ഇടങ്ങളാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇനി 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ട് ന്യൂ ഇയർ ആയി. അപ്പോൾ അതിൻ്റെ ഒരു ആൾക്കാർ ഇത് കാണാനും ഒക്കെ വരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അന്നെന്നുണ്ടെങ്കിൽ ഉള്ളിൽ പാർക്കിങ്ങിന് എത്താൻ കുറച്ച് സമയം പിടിച്ചു. ഞങ്ങൾ കുറച്ച് നേരം പതിയെ പതിയെ വണ്ടി മുന്നോട്ട് നീങ്ങുന്നുള്ളൂ. അങ്ങനെ എന്തായാലും ഞങ്ങൾ പാർക്കിങ്ങിലെത്തി വണ്ടി പാർക്ക് ചെയ്തു. ഇനി തിരിച്ച് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് മുകളിലേക്ക് പോകണം. അപ്പം മുകളിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ലിഫ്റ്റുണ്ട്, ലിഫ്റ്റിൽ കയറി പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഇവിടെ എന്തോരം വണ്ടികളാണ് വരുന്നു, പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ ശരി എന്നാൽ ഇനി ലിഫ്റ്റിൽ കയറി പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോകും. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അകത്തേക്ക് പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും ലിഫ്റ്റ് വന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ കുറച്ച് അധികം ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കയറി. അത് കഴിഞ്ഞിട്ട് ഇനി മേളിൽ വന്നു. മേളിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക നല്ല അതിവിശാലമായിട്ട് കിടക്കുന്നു. പക്ഷേ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ 9 മണിയായെന്നൊന്നും തോന്നുന്നില്ല. അത്രത്തോളം ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, പൊയ്ക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ അങ്ങനെ ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് കൂടുതലായിട്ട് അന്നെന്നുണ്ടെങ്കിൽ ഈ പിന്നെ ഷൂവിൻ്റെതും അതുപോലെ തന്നെ അന്നുണ്ടെങ്കിൽ കുറേ ഔട്ട്ലെറ്റുകളുണ്ട്. എൻ്റെ മക്കൾ വേറെങ്ങും നോക്കത്തില്ല. അവർ നോക്കുന്നത് കൂടുതൽ ഷൂ ഔട്ട്ലെറ്റാണ് നോക്കുന്നത്. അപ്പോൾ ഇവന്മാരാണെന്നുണ്ടെങ്കിൽ ഷൂ ഔട്ട്ലെറ്റ് കയറിയിട്ട് അവിടെ നിന്നിട്ട് ഒന്നും രണ്ടും എടുത്ത് നോക്കും. അവസാനം അതിൻ്റെ റേറ്റൊക്കെ കാണുമ്പോൾ അവന്മാർക്ക് മതിയെന്ന് തോന്നും. അവന്മാർ തിരിച്ചിറങ്ങി വരും. അങ്ങനെ കുറച്ച് കടകളൊക്കെ അങ്ങനെ കയറി. അത് കഴിഞ്ഞാൽ വെച്ച് ഇവിടെ നോക്കിയാൽ നല്ല ക്രിസ്മസ് ട്രീ ഒക്കെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നോക്കി. എന്തോ ഒരു ജനമാണെന്ന് നോക്കി. 9 മണി ആയെന്നുള്ള ഫീല് നമുക്ക് തോന്നത്തേ ഇല്ല ഇതിൻ്റെ ഉള്ളിൽ. എന്തോരം ആൾക്കാരാണ് വരുന്നതെന്നറിയാമോ. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് നേരത്തെ വന്ന ആൾക്കാരൊക്കെ പർച്ചേസിങ്ങും കഴിഞ്ഞ് അതുപോലെ തന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നിട്ടിപ്പം കുറച്ച് നേരെ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ തിരിച്ച് എത്ര മണിക്ക് പോകാൻ പറ്റും എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മക്കൾ ഈ എപ്പോൾ ഷൂവിൻ്റെ ഔട്ട്ലെറ്റ് കണ്ടാലും അവിടെ കയറും. അത് കഴിഞ്ഞ് ഇവിടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സ്പ്രേ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഗ്ലാസ്സിനകത്ത് എന്ത് സ്മെല്ലാണ് വേണ്ടുന്നതെന്നുള്ളത് അവർ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛനും മോനൂടെ അവർ എന്തൊക്കെയോ നോക്കുന്നിട്ട് അവർക്ക് അതൊന്നും പിടിച്ചിട്ടില്ല. നമുക്ക് ചില ഇടങ്ങളിൽ മാത്രമേ ചിലപ്പോൾ മൈൽഡായിട്ടുള്ള സ്മെല്ലുള്ള സ്പ്രേ കിട്ടുക. ചിലതൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. അതുകൊണ്ട് അച്ഛൻ കുറേ എണ്ണം നോക്കിയാൽ വെച്ചാൽ അച്ഛയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പിന്നെ അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി പോരുന്നു. അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ എൻ്റെ മക്കൾ അടുത്ത ഷൂ ഔട്ട്ലെറ്റ് കയറിയിട്ടുണ്ട്. ഓരോ ഷൂ ഔട്ട്ലെറ്റിലും കയറുന്നുണ്ട്. കയറിയമിച്ച് എല്ലാത്തിൻ്റെ റേറ്റൊക്കെ നോക്കി തിരിച്ചു വരുന്നു. ഞാനും അപ്പൂസും കൂടെ ഇതുവഴി ഇങ്ങനെ
എസ്കലേറ്ററിൽ ഞങ്ങൾ മേപ്പോട്ട് പോകും. അപ്പോൾ ചുമ്മാ ഞങ്ങളൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കിയാൽ എന്തോരം ജനങ്ങളാന്ന് കണ്ടോ, എന്തോരം തിരക്കാന്ന് നോക്കിയേ. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഏറ്റവും മുകളിൽ ഫുഡ് കോർട്ടിലേക്ക് വന്നതാണ്. ഈ ഫുഡ് കോർട്ടിലെ ജനവും തിരക്കും എൻ്റെ കൂട്ടുകാർ കണ്ടോ, എന്തോരം ആൾക്കാരാന്ന് നോക്കിയേ. പല ഔട്ട്ലെറ്റുകളുണ്ട്, KFC ഉണ്ട്, ബർഗറിൻ്റെ ഇതുണ്ട്, എല്ലാ തരത്തിലുള്ള ഔട്ട്ലെറ്റുകളും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ഓർഡർ ചെയ്തിട്ട് നമുക്ക് മേടിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കാം. അപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുക കേട്ടോ. അപ്പം അപ്പനും മോനും 2 പേര് രണ്ടിടത്ത് ഓർഡർ ചെയ്തതിന് ബില്ല് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കുറേ സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്ത്, കാരണം ഇത്രയും തിരക്കായതുകൊണ്ട് നമ്മൾ പറയുന്ന ആ സമയത്ത് കിട്ടത്തില്ല. അത് കഴിഞ്ഞ് എന്തായാലും ലാസ്റ്റിൽ എന്തായാലും ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം നമുക്ക് കിട്ടി. ഞങ്ങൾ ബർഗറും അതുപോലെ തന്നെ ചിക്കൻ്റെ 2-3 ഐറ്റമും പോപ്കോൺ ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു, ജ്യൂസ് അതെല്ലാം ഓർഡർ ചെയ്തു. അങ്ങനെ അതെല്ലാം വന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഡിന്നർ കഴിച്ചങ്ങ് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാനിനി ചെന്നിട്ട് രാത്രിയിലൊന്നും ഉണ്ടാക്കി കഴിക്കുന്ന പരിപാടി നടക്കത്തില്ല. അതുകൊണ്ട് ഇവിടുന്ന് കഴിച്ചേമിച്ച് അങ്ങ് പോകാമെന്ന് വിചാരിച്ചേമിച്ചുമാണ് ഞങ്ങൾ ഇവിടുന്ന് ഈ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ രാത്രിയിൽ വണ്ടി ഓടിക്കാനെ കൊണ്ട് ഇനി പറ്റത്തില്ല എന്നൊക്കെ പറയുമെന്ന് വിചാരിച്ച് എന്നിട്ടും ഒന്നും പറഞ്ഞൊന്നുമില്ലായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേന് മണി 11 കഴിഞ്ഞ്, രാത്രി 11 മണി ആയപ്പോഴത്തേന് ഇവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു. ഇവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം ഇത് ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഡെക്കറേഷൻ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഭയങ്കര ലൈറ്റിംഗ് ഒക്കെ ആട്ടോ. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുന്നത് കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു സംഭവമാണ്. പക്ഷേ എങ്കിൽ ലൈറ്റ് എല്ലാം അവർ ഓഫ് ചെയ്തു. എൻ്റെ കൂട്ടുകാർ നോക്കി ക്രിസ്മസ് ട്രീ ഉണ്ട്, എന്തോ ഒരു വലിയ ക്രിസ്മസ് ട്രീ, ഇതിനകത്ത് ഫുള്ള് ലൈറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഓഫ് ചെയ്തതുകൊണ്ട് കാണാൻ ഒരു ഭംഗിയില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഇപ്പുറത്ത് കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഈ മരങ്ങളിലെല്ലാം ലൈറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് സന്ധ്യ സമയത്ത് വന്നു കഴിഞ്ഞെങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ എല്ലാ വർഷവും ഞാൻ വിചാരിക്കും, പക്ഷേ നടക്കാറേയില്ല. ഈ വർഷം ഞാൻ വന്നപ്പം എനിക്ക് ശരിക്കും കാണാനും പറ്റില്ല. കണ്ടോ, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ ഇതാണ്. പക്ഷേ ഇതിനകത്ത് കണ്ടോ ഗിഫ്റ്റ് ബോക്സ് പോലെ ഇത് ചെയ്ത് വെച്ചേക്കുന്നത്, അതെല്ലാം ലൈറ്റിൽ കത്തുന്ന സംഭവങ്ങളാണ്. പക്ഷേ എങ്കിൽ ഇപ്പോൾ അതെല്ലാം ഓഫ് ചെയ്തതുകൊണ്ടാണ് കാണാനായിട്ട് പറ്റുന്നില്ല. എന്തായാലും നാളെ പറ്റുവാണെങ്കിൽ വൈകിട്ടൊന്ന് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നടക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ തിരിച്ച് ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്ക് പോവാണ്. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ.